അങ്ങനെ ഊഞ്ഞാലാടിക്കൊണ്ട് നോക്കിയപ്പോൾ ദാ വരുന്നു എൻ്റെ പ്രിയ സഹോദരൻ. എന്നാൽ പുള്ളീനെയും കൂട്ടി ഒരു കയാക്കിങ് നടത്താമെന്ന് വിചാരിച്ചു. അസുനും അമ്മനും കൂട്ടിയും ഇതേ ലൈഫ് ജാക്കറ്റൊക്കെ ഇട്ടിട്ടുണ്ട് കേട്ടോ. അപ്പോൾ എനിക്ക് എന്തോ ഒരു മടി തോന്നിയിട്ടോ കയറാനായിട്ട്. അപ്പോൾ അവരെന്തായാലും പോയിട്ട് വരാമെന്ന് വിചാരിച്ചു. അപ്പോൾ പിന്നെ ഇതിൻ്റെ റേറ്റ് വരുന്നത് 500 രൂപയാണ് കേട്ടോ. പിന്നെ അത് അവർക്ക് എങ്ങനെയാണിത് തുഴയേണ്ടതെന്നൊക്കെ പറഞ്ഞു കൊടുക്കേണ്ടത് കേട്ടോ. അപ്പോൾ ഏത് രീതിയിൽ തുഴഞ്ഞാലാണിത് മുന്നോട്ടേക്ക് പോവുക എന്നൊക്കെ പറഞ്ഞു കൊടുക്കണം കേട്ടോ. ഇനിയിപ്പോൾ ഒരാൾ തുഴഞ്ഞില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല, ഏതെങ്കിലും ഒരാൾ തുഴഞ്ഞാൽ മതി എന്നൊക്കെ അവർ പറയുന്നുണ്ട് കേട്ടോ. ഇനി അമ്നുവിനെ ഇങ്ങനെ തുഴയുമ്പോൾ ഇനിയാ നമുക്കറിയില്ലല്ലോ, അതുകൊണ്ട് അവളോട് തുഴഞ്ഞില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല, ബാക്കിലിരിക്കുന്ന ആൾ തുഴഞ്ഞാലും മതി എന്നൊക്കെയാണ് അവർ പറഞ്ഞു കൊടുക്കണേ കേട്ടോ. എന്തായാലും എനിക്ക് എന്തോ ഒരു ഇത് തോന്നിയത് കൊണ്ടാണ് ഞാൻ കയറാതെ രണ്ടുപേരെയും വിടുന്നത് കേട്ടോ. അപ്പോൾ അവർ ഓക്കെ ആണെന്ന് പറഞ്ഞു. അവരങ്ങനെ അതേ മുന്നോട്ടേക്ക് പോവാൻ കേട്ടോ. അപ്പോൾ 20 മിനിറ്റാണ് കേട്ടോ ഇതിൻ്റെ സമയം. 20 മിനിറ്റ് കൊണ്ട് നമുക്ക് തിരിച്ചു വന്നാൽ മതി കേട്ടോ. അപ്പോൾ ഈ നെൽപ്പാടം ചുറ്റിക്കറങ്ങിയിട്ട് നമുക്ക് ഇങ്ങോട്ട് തിരിച്ച് വരാം. എന്തായാലും അവർ പയ്യെ പയ്യെ തുഴഞ്ഞ് പോകണ്ട കേട്ടോ. അപ്പോൾ കുഴപ്പമൊന്നുമില്ല, തുഴയാൻ പറ്റുന്നുണ്ട്. പിന്നെ അത് നീങ്ങണമുണ്ട് കേട്ടോ ഫ്രണ്ടിലേക്ക്. കുഴപ്പമൊന്നുമില്ല എന്നാണ് അവർ പറയണത്. എനിക്ക് കണ്ടപ്പോൾ എന്തോ പോലെ തോന്നുന്നുണ്ട്, എന്നാലും അവർ ഓക്കെ ആണെന്നാണ് അവർ പറഞ്ഞത്. അങ്ങനെ അവർക്കടെ അത് ഫ്രണ്ടിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. ഇനിയിപ്പോൾ നമുക്ക് അങ്ങോട്ട് കാണാൻ പറ്റില്ല. പിന്നെ ഇനി നമ്മൾ ഇപ്പുറ സൈഡിൽ വന്ന് നിൽക്കണം. അവിടെ എന്തോ ഒരു പാട്ട് കേൾക്കുന്നുണ്ട് കേട്ടോ. കുറച്ച് നേരം ആ പാട്ട് കേട്ട് നിന്നു. എന്തായാലും നല്ല പാട്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഞാൻ ദേ വേഗം ഇപ്പുറ സൈഡിൽ വന്നു കേട്ടോ. അപ്പോൾ അവർ ഇപ്പുറത്തെത്തിയിട്ടുണ്ട്. അവർ നല്ല ഈസി ആയിട്ടാണ് വന്നത്. നല്ല എളുപ്പമാണ്, നല്ല സുഖമാണ് എന്നൊക്കെയാണ് അവർ പറയണത് കേട്ടോ. അപ്പോൾ ഇങ്ങനെ ഒരു ഒഴുക്കുണ്ട് കേട്ടോ. അപ്പോൾ അവിടെ തന്നെ അങ്ങനെ നിൽക്കുകയാണ് അവർ തുഴയാതെ. അപ്പോൾ തന്നെ അത് നീങ്ങി പോകുന്നുണ്ട്. അപ്പോൾ തിരിഞ്ഞ് പോകണ്ടെങ്കിൽ മാത്രം അവർക്ക് ഇങ്ങനെ തുഴഞ്ഞു കൊടുത്താൽ മതി കേട്ടോ. അപ്പോൾ അതിന് ആഴമൊന്നുമില്ല, നമുക്ക് നിൽക്കാനുള്ള വെള്ളമൊക്കെ ഉള്ളൂ കേട്ടോ. അവരതുകൊണ്ട് എനിക്ക് ഇതുപോലെ കുത്തി കാണിച്ചു തന്നെ കേട്ടോ. അപ്പോൾ അധികം വലിയ ആഴമൊന്നുമില്ല. പിന്നെ കണ്ട അവരങ്ങനെ കുത്തി കാണിക്കുമ്പോൾ നമുക്ക് അതിൻ്റെ ആഴം അറിയാൻ പറ്റും, അത്രയും ആഴമുള്ളൂ എന്നാണ് പറയണത് കേട്ടോ. അങ്ങനെ അവർ നല്ല ഈസി ആയിട്ടാണ് കേട്ടോ പോണത്. ഇത് കണ്ടപ്പോൾ എനിക്കൊരു ആഗ്രഹം കൊണ്ടൊന്ന് തുഴഞ്ഞ് നോക്കിയാലോ എന്ന്. പിന്നെ ഇനിയിപ്പോൾ ഇവരിത് ചുറ്റിക്കറങ്ങി അപ്പുറം വന്നിട്ട് വേണം കേട്ടോ. ഇപ്പം തന്നെ അവിടെ നല്ല തിരക്കായിട്ടുണ്ട്, ഓരോരുത്തർ കയറാൻ വേണ്ടി. ഇതേ വേറെ 2 പേര് പോകുന്നുണ്ട് കേട്ടോ. അവർ പയ്യാണ് കേട്ടോ പോണത്. നമുക്ക് എന്തായാലും സമയമുണ്ടല്ലോ 20 മിനിറ്റ്, അതുകൊണ്ട് വേഗം അങ്ങോട്ട് എത്തണമെന്നൊന്നുമില്ല കേട്ടോ. എന്തായാലും അവർ 2 പേരും അവിടെ എത്തിയിട്ടുണ്ട് കേട്ടോ. നല്ല ഈസിയാണ്, അവർക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ട് എന്തായാലും. അങ്ങനെ അത് തുഴഞ്ഞ അവർക്കും കണ്ടു നിന്ന് എനിക്കും നല്ല വിശപ്പുണ്ട് കേട്ടോ. ഇനിയിപ്പോൾ എന്തെങ്കിലും കഴിക്കണം, അല്ലാണ്ട് പറ്റൂല കേട്ടോ. അപ്പോൾ എന്താണ് അവിടെ ഫുഡ് ഐറ്റംസൊക്കെ ഉള്ളതെന്ന് നോക്കാൻ വേണ്ടിയിട്ട് 2 പേര് ഫ്രണ്ടിൽ കൂടെ പോകണ്ട കേട്ടോ. അപ്പോൾ നല്ല ആളായിട്ടുണ്ട് കേട്ടോ ഇവിടെ. പിന്നെ ഈ ലൈറ്റിങ്ങൊക്കെ വന്നപ്പോൾ നല്ല അടിപൊളിയാണ് കേട്ടോ. നമ്മൾ കപ്പയും മീൻകറിയാണ് കേട്ടോ വാങ്ങിയത്. അപ്പോൾ എനിക്ക് കപ്പയും മീൻകറി ഭയങ്കര ഇഷ്ടമാണ്. പിന്നെ എല്ലാവർക്കും ഇഷ്ടമാണ്, എനിക്ക് തന്നെയല്ല ബാക്കി എല്ലാവർക്കും കപ്പയും മീൻകറി ഇഷ്ടമായതുകൊണ്ട് അതാണ് കേട്ടോ നമ്മൾ വാങ്ങിയത്. അങ്ങനെ കപ്പയും മീൻകറിയൊക്കെ കഴിച്ച് ഞങ്ങൾ പയ്യെ അവിടെ നിന്ന് തിരിക്കാൻ തീരുമാനിച്ചു. കാരണം രാത്രി ആയിട്ടുണ്ട് കേട്ടോ. രാത്രിയിൽ നല്ല ലൈറ്റൊക്കെ ഉണ്ട്, അതുകൊണ്ട് കാണാനായിട്ട് നല്ല രസമുണ്ട്. അങ്ങനെ ഞങ്ങൾ അവിടെ നിന്ന് നീങ്ങി തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. അപ്പം ഞാൻ ചുമ്മാ ഒന്ന് വെള്ളത്തിലേക്ക് നോക്കിയതാണ്ട. അപ്പോഴും അവിടെ ഈ പെഡൽ ബോട്ടിങ്ങും കയാക്കിങ്ങൊക്കെ നടക്കണ്ട് കേട്ടോ. അതേ 2-3 പേര് അതിൽ കൂടെ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നുണ്ട്. നമുക്ക് നല്ല ഇരുട്ടായതുകൊണ്ട് കാണാൻ അത്ര പറ്റില്ലെങ്കിലും കാണാൻ പറ്റുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇവരെങ്ങനെയാണ് ഈ വെള്ളത്തിൽ കൂടെ തുഴഞ്ഞു പോകണേന്നാണ് ഞാനിങ്ങനെ ആലോചിച്ചുകൊണ്ടിരിക്കുന്നത് കേട്ടോ. നല്ല ഇരുട്ടാണല്ലോ, അതിൻ്റെ ഉള്ളിൽ ലൈറ്റൊന്നുമില്ല. അങ്ങനെ കുറച്ച് നേരം അത് നോക്കി നിന്നോണ്ട് പിന്നെ വീണ്ടും അവിടെ നിന്ന് തിരിച്ചു കേട്ടോ. രാത്രിയിൽ ഈ ലൈറ്റിങ് വരുമ്പോൾ നല്ല മനോഹരമായിട്ടുള്ളൊരു കാഴ്ചയാണ് ഇവിടെ കാണുന്നത്. ഇത് പാലത്തിൻ്റെ മുകളിൽ നിന്ന് കാണുമ്പോൾ കുറച്ചും കൂടി നല്ലതായിരിക്കും കേട്ടോ. നമ്മളിപ്പോൾ മുകളിൽ നിന്നല്ല, നമ്മൾ താഴത്ത് നടന്ന് പോയിക്കൊണ്ടിരിക്കുകയാണല്ലോ. അപ്പോൾ നല്ല രസമുണ്ട്. ഈ തെങ്ങിൻ്റെ ചുറ്റും ഇങ്ങനെ ചുറ്റി ഇങ്ങനെ ലൈറ്റുകളൊക്കെ ഇട്ടുണ്ടല്ലോ, അതൊക്കെ കാണാനായിട്ട് നല്ല രസമുണ്ട് കേട്ടോ. അങ്ങനെ ഞങ്ങൾ അവിടെ നിന്ന് തിരിച്ചു പോന്നു ഗൈസ്.